നൃത്തമായി പാട്ടായി ഇനി കുറച്ച് ചിരിക്കാനുള്ള സമയമാണ്. സോ ആർ യു റെഡി? ചിരിയുടെ മാലപ്പടക്കത്തിന് തിരികൊളുക്കാനായിട്ട് നമ്മളുടെ അരികിലേക്ക് എത്താൻ പോകുന്ന ശ്രീ വിനോദ് കോവൂർ ആൻഡ് സുരഭി ലക്ഷ്മി. ശരിക്കും വിനോദ് കോവൂറിനെ പറ്റി പറയുമ്പോൾ ഈ അടുത്ത് തന്നെ അതേ കാരണത്താൽ എന്ന ഷോർട്ട് ഫിലിമിന് ഇന്റർനാഷണൽ അവാർഡ് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു. സോ വളരെ സ്നേഹത്തോടെ ഈ ഒരു ടീമിനെ നമ്മളെ ചിരിപ്പിക്കാനായിട്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പഠിച്ചോനെ കാലം പോയൊരു പോക്കി എന്തിട്ടപ്പ കുട്ടികളൊക്കെ ഒരു കഥ. പാത്തുവോ പാത്തുവോ ഇങ്ങോട്ട് പാടി. ഇന്നത്തെ പേപ്പർ വായിച്ചാ? പേപ്പർ വായിച്ചിട്ട് കൊറേ ദിവസമായി. കിട്ടിയറിഞ്ഞേ വായിക്കേണ്ട വാർത്തകൾ ഒന്നും വായിക്കലോള്. ഇങ്ങോട്ട് കണ്ട ഈ 18 വയസ്സുകാരി കാമുകനോടൊപ്പം ഒളിച്ചോടിപ്പോയിന്ന്. എന്തിട്ടപ്പ കുട്ടികളൊക്കെ കാറ്റ. ഇന്നലെ വരെ ഓരോ പോറ്റി വളർത്തിയ ഉപ്പാനെയും ഉമ്മാനെയും മറന്നിട്ട് ഇന്നലെ കണ്ട് ഒരുത്തന്റെ കൂടെ അങ്ങോട്ട് പോവുകയല്ലേ. മൂസക്കായി നമ്മക്ക് അഭിമാനിക്കാം. നമ്മളെ മക്കൾക്കൊന്നും അങ്ങനത്തെ ഒരു വർത്താനം കൂടിയില്ല. നിങ്ങൾക്ക് ഓർമ്മണ്ടേ 18ാമത്തെ വയസ്സിൽ ഞങ്ങള് നെരുക്കിനിയിൽ വന്ന് മുമ്പെടുത്ത് തുടങ്ങിയത്. റസിയൊക്കെ ഇപ്പൊ 18ആയി. ഓക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഒന്നുണ്ടോ നോക്കി. വളർത്തലിന്റെ ഗുണാണത്. പന്റെ വർത്താനം കേട്ടാ ഞമ്മള് മോനെന്തോ ഇക്കുമ്പത്തുണ്ടാക്കിയ മാതിരിയാണല്ലോ. ഓനും ഞമ്മൾ അതേ ബാധയാണ്. ഇങ്ങോട്ട് നോക്ക്. ഞാനൊരു പെണ്ണിനെ ചൂണ്ടിക്കാണിച്ചിട്ട് മോനെ ഇവളെ കെട്ടിയാ മതി എന്ന് പറഞ്ഞ ഓളെ ഓൻ കെട്ടുള്ളൂ. പിന്നെ നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞേ? എന്തേനി? നമ്മളെ വളപ്പില് രാഘവ മാഷ മോളും ഓളെ ട്യൂഷൻ എടുക്കാൻ വരുന്ന മാഷും തമ്മിൽ പ്രേമത്തിലാണ്. ഓരോ ഒളിച്ചോടാനുള്ള പരിപാടിയാണ് എന്നാണ് കേട്ടത്. എന്നോട് ആരേത് പറഞ്ഞു? രാഘവ മാഷ ഭാര്യ. അത് ശരി. അപ്പൊ ഒരു അറിഞ്ഞിട്ട് ഓരോ വളം വെച്ചു കൊടുക്കുക. എന്ത് ചെയ്യാനാ മുസക്കായി? നാട്ടിലെ നല്ല സ്വത്തും ഒക്കെ ഉള്ള പൊരയുള്ള ചെക്കനാണോ ലോനി. പുളിങ്കൊമ്പിലാണ് ഇഞ്ച മോള് പിടിച്ചെന്നാ മൂപ്പത്തി പറയണേ. നമ്മള് പിന്നെന്തിനാ പുളിങ്കൊമ്പ് വെട്ടാൻ പോണെന്നൊക്കെ എന്നോട് ചോദിച്ചാ ഞാൻ ഇത് പറയാനാണ്. എന്താണ് എന്റെ റബ്ബേ ഇങ്ങനെയുണ്ട് മാതാപിതാക്കള്. പത്തോ എന്തായാലും ഇച്ചുറ്റോട്ടത്ത് പ്രായമായിട്ടും ചീത്തപ്പേരുണ്ടാക്കാത്ത മക്കള് നമ്മളെ മക്കള്. എന്ത് ചോദിക്കാനാണ്? അതിനാ സത്യാണ്. എന്ത് സത്യോ? കൊടുത്തയച്ചിട്ട് സത്യോ? അയ്യയ്യ എന്നെ പാത്തു. പാത്തു റസിയല്ലേ വരുന്നേ? മോളെ റിസ്വാനേടെ. ഓനിപ്പളൊന്നും ഇങ്ങോട്ട് വരൂല. ഓനിപ്പളേ ഒരു ചുറ്റിക്കളി ഉണ്ട്. ചുറ്റിക്കളിയോ? എന്ത് ചുറ്റിക്കളി? പ്രേമം. പ്രേമോ? ആർക്ക്? നിങ്ങളെ മോന് ഓളെ പൊരയിലാക്കിട്ടേ ഓ ഇങ്ങോട്ട് പോരുള്ളൂ. ഏതോളെ? ഓന്റെ കാഞ്ചനമാലേനെ. കാഞ്ചനമാലേ? ഓന്റെ അഞ്ജനമുത്ത് അങ്ങനെയാ ഓൻ വിളിക്കുന്നേ. ഉപ്പച്ചേ ഇത് ചീത്തപ്പേരാവൂട്ടോ. ഒരു ഹിന്ദു പെണ്ണിനെ ഓൻ കൊണ്ടു നടക്കുന്നത്. എങ്ങനെയുണ്ട് മുസക്കായി? മോളിതാ 4:00 സ്കൂളും വിട്ട് പോരയിലെത്തി. നിങ്ങളെ മോനോ ഓനോന്റെ അഞ്ചനമുത്തിനെ കൊണ്ടാക്കാൻ പോയിക്കണേ. അത് മാത്രല്ല ഉമ്മച്ചിയെ, രാത്രി മുഴുവൻ ഫോണിലാ. വാട്സപ്പില് നേരം വെളുക്കുന്നവരെ ചാറ്റ് ചെയ്യില്ല ഓന്റെ പണി. നിങ്ങട്ട് വരട്ടെ. ഇത് എവിടെയുള്ള മോളെ ഈ കാഞ്ചനമുത്ത്? കാഞ്ചനമുത്തല്ല ഉപ്പച്ചിയെ, അഞ്ജനമുത്ത്. എന്ത് മുത്തായാലും ഇത് എവിടെയുള്ളതാ? അത് കേട്ട ഉപ്പച്ചി ഞെട്ടും. ഞെട്ട്? വിക്രസംകണ്ടി മനയിലെ കുട്ടിയത്. വിക്കണ്ട ഉപ്പച്ചിക്ക് ശരിക്കും അറിയാലോ. ഓരറ്റത് അറിഞ്ഞാലേ JCB ആയി വന്നിട്ട് പോരടക്കം മാന്തി കൊണ്ടുപോകും. ചെക്കനത് എന്തിന്റെ പ്രാന്താണ്? ഓന് ഞമ്മളെ സമുദായത്തിൽ എത്ര പെൺകുട്ടികളുണ്ടെനി ഓരോന്നും പ്രേമിക്കാൻ തോന്നിയില്ല. അതിന് കാരണുണ്ട് ഉപ്പച്ചിയെ. എന്ത് കാരണോ? എന്ന് നിന്റെ മൊയ്തീൻ സിനിമയെ 12 പ്രാവശ്യം ഓൻ കണ്ടേ. നേരായിരിക്കും റസിയ. മുസക്കായി കണ്ടതിന് ശേഷം തന്നെ ഓനിത് തുടങ്ങി. അതിന് ആ സിനിമയിൽ എന്താ ഉള്ളത് പത്തുവോ? ഒലിക്കന്റെ മൂടി. നിങ്ങളോട് നമ്മള് 100 വട്ടം പറഞ്ഞാലേ നമ്മളെ സിനിമക്ക് പോരാൻ വേണ്ടിട്ട്. നിങ്ങൾ പോരാഞ്ഞിട്ടല്ലേ നമ്മളെ മക്കളെ കൊണ്ട് പോണ്ടിയെന്ന്. എന്താണ് മോളെ സിനിമയിലുള്ളത്? ആ സിനിമയിലെ കാഞ്ചനമാല എന്ന് പറഞ്ഞൊരു ഹിന്ദു പെണ്ണിനെ മൊയ്തീൻ എന്ന് പറഞ്ഞൊരു മുസ്ലിം ചെക്കൻ പ്രേമിക്കുക. അവസാനം 2 പുരക്കാരും സമ്മതിക്കാതെ വയസ്സാവുന്നവരെ ഒരു കാത്തു നിൽക്കുക. അതിന്റെ ഇടയ്ക്ക് എത്രയോ വട്ടം ഒരു ഒളിച്ചോടാൻ നോക്കി. അതൊന്നും നടന്നില്ല. അവസാനം മൊയ്തീൻ തോണി മുങ്ങി മയ്യത്താവുക. ഇവിടെ മയ്യത്താവണത് തോണി മറിഞ്ഞിട്ടേക്കൂല പാത്തു, നമ്മളെ കൈകൊണ്ടേക്കും. എന്താ തന്റെ ആ പെണ്ണിന്റെ പേര്? അഞ്ജനമുത്ത്. മുത്തൊന്നും ഇല്ല ഇപ്പച്ചിയെ, അതൊക്കെ അവൻ വെറുതെ കൂട്ടിയതാ. കാഞ്ചനമാലന്റെ മാലയിന്ന് മുത്തെടുത്തിട്ട് അഞ്ജനന്റെ കൂടെ ചേർത്തൊടുത്ത് കാഞ്ചനമാല അഞ്ജനമുത്ത്. അങ്ങോട്ട് വരട്ടെ. ഒറ്റ മുത്തെടുത്ത് ഞാൻ കോർത്ത് മാലയാക്കി കൊടുക്കാൻ. ഞാൻ ഇന്നപ്പം തന്നെ കോർത്തോളി. ദാ വരുന്ന് നിങ്ങളാ മോയ് അഞ്ജനമുത്തിന്റെ റിസ്വാന്. ഇങ്ങോട്ട് മാറിക്കാൻ. മൂസക്കായി നിങ്ങൾ ഓനൊന്നും ചെയ്യണ്ടേ. കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താ മതി. മാറി നിക്കടി. ഓന്റെ കൊടല് ഞാനൊന്ന് എടുക്കും. ആരാടാ എന്റെ അച്ഛനെ മുത്ത്? എന്റെ പെണ്ണ
അന്റെ പെണ്ണോ? അനക്കെന്താ പെണ്ണുണ്ടായത്? കോളേജിൽ പോകാൻ തുടങ്ങിയില്ല, അപ്പോഴേക്ക് പ്രേമിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതും അന്യജാതിപ്പെട്ട പെണ്ണിനെ. എങ്ങനെ ധൈര്യപത്രമാക്കി പ്രേമിക്കാൻ? പ്രേമത്തിന് ജാതി മതമൊന്നും ഉൽപ്പച്ചേ. കല്ലായിപ്പുഴ അറബിക്കടലിലേക്കാണ് ഒഴുകുന്നതെങ്കിൽ അഞ്ജനമുത്ത് റിസ്വാനുള്ളതാണ്. എന്ത് പ്രാന്താണ്ടാക്കി പറയണത്? ഉപ്പച്ചി, അത് മൊയ്തീൻ കാഞ്ചനമാലയോട് പറയുന്ന ഡയലോഗിന്റെ കോപ്പിയാണ്. കള്ള ഹിമാറെ, ഇന്നത്തോടെ നിർത്തിക്കൊള്ളണം അന്റെ പ്രേമം മരം ചുറ്റലും. ഉപ്പച്ചേ കൈയെടുക്കുന്നു. അഞ്ജനമുത്തിന് ഞാൻ വാക്ക് കൊടുത്തു, വാക്കാണ് സത്യം. എന്താണ് എന്റെ കയ്യില്? എന്റെ അഞ്ജനമുത്തിന്റെ കാൽപാദം പതിഞ്ഞ മണ്ണ. മണ്ണ് ഈ പറമ്പിൽ മണ്ണില്ലേണ്ടാ? വേറെ ആരാന്റെ പറമ്പിൽ മണ്ണും കൊണ്ടും പോന്നെ? ഇഞ്ച മൂസക്കായി ഇതൊക്കെ സിനിമയിലെ ഡയലോഗാണ്. ഓന് മൊയ്തീന് പ്രേതം കൂടിയെന്നാ തോന്നണേ. എടാ കള്ള സുവറേ, ആ വിക്രസം കണ്ടി മനക്കാരിത് അറിഞ്ഞാണ്ടല്ലോ അന്നെ കൊന്ന് കുഴിച്ച് മൂടി വരും. ഒന്നോട്ട് ഉപ്പച്ചേ, പക്ഷെ ഓള് ജീവിക്കും. എന്റെ മുത്തു മരണം വരെ എന്റെ ഓർമ്മകളുമായിട്ട് ജീവിക്കും. ഉപ്പച്ചിയെ, പ്രേമം സിനിമ കണ്ടപ്പോഴും ഓരിങ്ങനെ ഒരു പ്രേമം ഉണ്ടായിനി. ആരോട്? കോളേജ് പഠിപ്പിക്കുന്ന ടീച്ചറോട്. പഠിച്ചോനെ പഠിപ്പിക്കുന്ന ടീച്ചറോട് പ്രേമോ? മൂസക്കായി ആ സിനിമയിൽ അങ്ങനെ ഒന്നുണ്ട്. അതും കാണാൻ നിങ്ങൾ വന്നില്ലല്ലോ. ഞാനും മക്കളും ഒറ്റക്ക് തന്നെയല്ലേ പോയത്. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകത്തെ. എന്നിട്ട് ആ പ്രേമം എന്തായടാ? അല്ല, അത് പിന്നെ ഈ ടീച്ചർമാരെ പ്രേമിക്കാൻ പാടില്ലെന്ന് തിരിച്ചറിവുകൊണ്ട് ഞാൻ പിന്മാറിയതാണ്. ഓ, അപ്പൊ തിരിച്ചറിവുണ്ട് എനിക്ക്. ആ തിരിച്ചറിവേ ഇവിടെ വേണം. മര്യാദക്ക് ആ കുട്ടീനെ മറക്കണ എനിക്ക് നല്ലത്. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഇവിടുന്ന് പുറത്താക്കിയാ ഞാൻ പാർട്ടി ഓഫീസിൽ പോയിട്ട് കിടക്കും. ചെക്കൻ്റെ ഒരു ധിക്കാരം കണ്ടോ ഈ? ഞാനതല്ല ഉപ്പച്ചി ആലോചിക്കുന്നത്. ആ കുട്ടി ഇങ്ങനെ ഇവനെ ഇഷ്ടപ്പെട്ടുന്നാ. ആ കുട്ടീന്റെ മോന്തി ഇവന്റെ മോന്തി ഒന്ന് കണ്ടോക്കണം. അന്തം വിട്ടോ, അത്രയ്ക്ക് മൊഞ്ചുള്ള കുട്ടിയാ. എന്റെ മുഖത്തിനേക്കാൾ മുഞ്ച് എന്റെ കൽബിനാണെന്ന് അവൾക്കറിയാം. അവൾ എന്റെ കൽബിനെയാണ് സ്നേഹിക്കുന്നത്. നിർത്തണോടാ, ഇങ്ങോട്ട് നോക്ക്. ഇന്നത്തോടെ നിർത്തിക്കൊള്ളണം അന്റെ അറാമ്പറപ്പ് പ്രേമം മണ്ണാങ്കട്ടെ. ഒന്നും ഈ പെരയില് വേണ്ട. അത് പറയാൻ ഉപ്പച്ചിക്ക് എന്താ അവകാശം? കൊണ്ട് സംസാരിക്കുന്നോട് എത്ര ധിക്കാരം എനിക്ക്? സംസാരിക്കും. ഉപ്പ ഉമ്മാൻ എങ്ങനെയാ കെട്ടിയത്? അത് പ്രേമിച്ചിട്ടാണ്. ആ, അപ്പൊ ഉപ്പച്ചിക്ക് എന്നെ നന്നാക്കാനുള്ള അവകാശം ഇല്ല. മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കൂല്ലോ ഉപ്പച്ചി. റിസ്മോനെ, അന്റെ വലിയ വായിലെ വർത്താനം ഈ നിർത്തിക്കോ. ഉപ്പെന്നെ പ്രേമിച്ചിക്കെങ്കിലേ അത് സ്വന്തം മതത്തെന്നാ. അത് ഈ മറക്കണ്ട. പിന്നെ അന്നെ പോലെ വലിയ വീട്ടിൽ നിന്നൊന്നല്ല, തിന്നാൻ പോലും ഗതിയില്ലാത്തൊരു വീട്ടിൽ നിന്ന് എന്റെ ഉമ്മച്ചിനെ നമ്മള് കെട്ടിയേ. അയ്യടാ, ആ വർത്താനങ്ങൾ അത് നിർത്തിക്കാളി. എന്നും കോഴി ബിരിയാണി ഉണ്ടാക്കുന്ന പോരായിരുന്നു നമ്മളത്. അല്ല പിന്നെ കോഴി ബിരിയാണിയോ? ഞമ്മക്ക് ഇതുവരെ കിട്ടിയില്ലല്ലോ എന്റെ പേരെന്ന് കോഴി ബിരിയാണി. നിങ്ങളിപ്പോ കോഴി ബിരിയാണിന്റെ കാര്യത്തിലാണോ തീരുമാനം ഉണ്ടാക്കുന്നത്, അതോ റിസ്മോന്റെ കാര്യത്തിലാണോ തീരുമാനം ഉണ്ടാക്കുന്നത്? തീരുമാനം ഉണ്ടാക്കുന്ന ആളതാ വരുന്ന സുക്കൂർ. ഓ, ഇവിടെ ഉണ്ടേനിയോ കാമുകേ? അളിയാ, ഒന്നാണെങ്കിൽ ഒലക്കനെ കൊണ്ട് തല്ലി പഠിപ്പിക്കണം ഇന്റെ ഒപ്പൊക്കെ എന്നെ പഠിപ്പിച്ച്. അതിനെ കൊണ്ടാണ് ഞാനൊക്കെ ഒന്നും ഒരു പേരുദോഷം ഇല്ലാന്ന് നടക്കുന്നത്. അറിയാൻ ഇനിയിപ്പൊ നാട്ടിൽ ആരാ ബാക്കിയുള്ളത്? ഇത് ഏതാപ്പ തറവാട് ഞങ്ങൾ വിചാരിച്ച്? വിക്രസം കണ്ടിക്കാരാ, വിക്രസം കണ്ടി. നിങ്ങളെ പോലെ സോപ്പപ്പെട്ടി പോലുള്ള വീടല്ല. ഒരു റൂമിൽ നിന്ന് മറ്റേ റൂമിലേക്ക് പോവാനേ ഓട്ടോറിക്ഷ വിളിക്കണം, ഓട്ടോറിക്ഷ. എന്ത് ധൈര്യം ഉണ്ട് എനിക്ക് ഇമ്മാരി തറവാട്ടിൽ പോയി പെണ്ണിനെ പ്രേമിക്കാ? വെട്ടൊന്ന് മുറി രണ്ട്, അതാണ് ഓരോ സ്റ്റൈല്. അതൊക്കെ ഞാൻ ഓനോട് പറഞ്ഞു സുക്കറേ. അപ്പൊ ഓൻ പറയാണ് ഓനല്ലേ കൊല്ലുള്ളൂ, ഓൾ ഓന്റെ ഓർമ്മകളായിട്ട് ജീവിച്ചോളും കാഞ്ചനമാലനെ പോലെയാണ്. ഓ, അപ്പൊ അതാണ് എന്റെ സൂക്കേട് അല്ലേ? അളിയ, എന്ന് നിന്റെ മൊയ്തീൻ സിനിമ ഇറങ്ങിയതിന് ശേഷം ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ചെക്കന്മാർക്ക് ഇതൊക്കെ ഒരു ഹരായി മാറിയിരിക്കണ്. പ്രേമം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോ എന്തേനി സ്ഥിതി? എന്തേനി? കംപ്ലീറ്റ് ടീച്ചർമാർ ബുക്കിംഗ് അല്ലേനിയോ? ബനുണ്ടേനി ഒരു ടീച്ചറോട് പ്രേമോ? ടീച്ചറേയും പ്രേമിച്ചില്ലേ? എന്റത്തെ സുക്കുറിൽ ഇപ്പൊ നമ്മൾ ഇവനെ കൊണ്ട് കാട്ടുക. അളിയ, ആ പെണ്ണിന് 4 ആങ്ങളമാരാ. ഇളയ ആങ്ങള ഇന്റെ കൂടെ പഠിച്ചതാ. എവിടെ? കോളേജിലോ? അതിന് ഈ കോളേജ് പഠിച്ചിക്കണോ? ഇന്റെ കൂടെ സ്കൂളിലാവും പഠിച്ച്. ഓൻ പിന്നെ കോളേജ് പഠിച്ച ഇന്റെ കുറ്റാ. എന്നിട്ട് പറ. ഓ എന്നെ വിളിച്ച് പറഞ്ഞ് ആ ചെക്കനോട് മര്യാദയ്ക്ക് നടക്കാൻ പറഞ്ഞോ, ഇല്ലെങ്കിലോ 2 കാലം മേലെ നടക്കൂല. അത് കേട്ട ഉടനെ ഞാൻ ഇങ്ങോട്ട് പോകുന്നതാ. വിസ്വാനെ, എന്താ എന്റെ തീരുമാനം? റിസ്വാൻ ഒരു വാക്കേ ഉള്ളു, വാക്കാണ് സത്യം. കല്ലായിപ്പുഴ അറബിക്കടലിലുള്ളതാണെങ്കിൽ അഞ്ജനമുത്ത് റിസ്വാൻ ഉള്ളത്. ഓന്റെ ഒരു കല്ലായി പൊഴി അറബിക്കടലും ഒന്നങ്ങോട്ട് തന്നാലോ. പഠിച്ച റബ്ബേ, ആ കുട്ടിന്റെ ആങ്ങള വിളിക്കുന്ന അളിയ. ഇന്റെ കൂടെ പഠിച്ചോ സുമേഷ്. ഒറ്റ മിനിറ്റ്. ഭയപ്പെടുത്തി. ഹലോ സുമേഷേ? ആ, ഇല്ല. ആണോ? അല്ല സുമേഷേ. ഓ, കട്ട് ചെയ്തു. എന്തേ സുക്കുറേ? ആ പെണ്ണിനെ കാണാനില്ല. ഓള് വീട്ടിലെത്തില്ല പോലെ. ഓർക്ക് ഇവനാ സംശയം. ഒരുപ്പ അവിടെ എവിടെയാണ്ടാക്കി ആ പെണ്ണിനെ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിക്കണേ? സത്യമായിട്ട് എനിക്കറിയില്ല ഉപ്പച്ചേ. ഞാൻ ഓളെ ഗേറ്റ് വരെ കൊണ്ടാക്കിട്ട് പോന്നതാ. അതിന് ശേഷം ഓൾ എങ്ങോട്ടാ പോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മാമ ഒന്ന് ഓരെ വിളിച്ചു പറയ്. ആരെ? സുമേഷ് ചേട്ടനെ ഞാൻ കൊണ്ടുപോയിക്കില്ല എന്ന് പറയ്. എടാ, കണ്ണും മൂക്കും നോക്കാത്ത ആൾക്കാരാ അവര്. ഒരുപ്പ അവിടെ എത്തും, എന്തും നടക്കും. അളിയ, ഒരു 4 മയ്യത്ത് കെട്ടിൽ ഇപ്പളെ ബുക്ക് ചെയ്തോളൂ. 4 മധ്യ സുക്കുറ 5 എണ്ണം വേണ്ടേ? ഇവിടില്ലേ അളിയ? പിന്നെയും വിളിക്കുന്നു. ഓൻ തന്നെ ഇവിടെ എത്താനായി പറയാനിരിക്കും. എടുത്തു നോക്ക് സുക്കുറേ. റിസ്മോനൊന്നും അറിഞ്ഞൂടാന്നറിയേ. ഹലോ സുമേഷേ?
ആണോ? ഹ, അതാ ഞാനും പറഞ്ഞത്. ഓമ്പടുണ്ട്. ഓന്താ അതിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. ആ എന്നാ ശരി സുമേഷേ. എന്താ സുക്കുറേ, എന്താ ചിരിക്കണ കാര്യം പറയും? ഒന്ന് വേഗം കാര്യം പറയണ്ടേ സുക്കുറി. എന്താ ഓളെ പേര്? അഞ്ജനമുത്ത്. അന്റെ അഞ്ചരമുത്തേ ഹോട്ടൽ മുതലാളി ശേഖരേട്ടന്റെ മോന്റെ കൂടെ നാട് വിട്ടേന്ന്. എന്തൊക്കെയേനി ആക്കാണ് സത്യം. കല്ലായിപ്പോയി ഒഴുകുന്നത് അറബിക്കടലിലേക്കാണ്. എന്നിട്ട് ഇപ്പൊ എന്താടാ? എടാ, കാഞ്ചനമാല മൊയ്തീനെ പ്രേമിച്ചിട്ടുണ്ടെങ്കിലേ അത് ദിവ്യ പ്രേമ. അതാണ് പ്രേമം. അല്ലാണ്ട് ഈ ഒന്നും എന്റെ മൊബൈലിൽ കൊണാമ്പിക്കുന്നല്ല പ്രേമം. ഞങ്ങക്ക് പ്രേമിക്കണടാ. വേണ്ട ഉപ്പച്ചി. കല്ലായിപ്പോയി എങ്ങോട്ടാ ഒഴുകണത്? തോന്നിയെടുത്തേക്ക്. ഇപ്പോഴാണ് വിവരം വെച്ചേ. വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം.